പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ലോകാവസാനം അടുത്തിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ എല്ലാവരും മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. ഇത് വായിക്കുമ്പോൾ ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നരകത്തിൻ്റെ സന്തതികളായവരെ സംബന്ധിച്ചിടത്തോളം, വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് സ്നാപക യോഹന്നാൻ പ്രവചിച്ചത്. അത് ഈ ലോകാവസാനത്തിന് ശേഷമാണ് വരുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ലോകാവസാനം ആത്മാവിനെ എടുക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ഭൂമിയുടെ മേൽഭാഗം പോലെ ചുരുണ്ടു പോകുന്ന ആ ലോകാവസാനത്തെക്കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ പ്രവചിച്ചതെന്ന് ആൾക്കാരെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നത് ലോക മനുഷ്യനും അവൻ്റെ ലോകബുദ്ധിയുമാണ്. ഞാനും ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്ക് ഒരു സംശയം തോന്നി, ഇത് പറഞ്ഞിട്ടിപ്പോൾ 2000 വർഷമായി, ഇതുവരെ സ്വർഗരാജ്യത്ത് വന്നുമില്ല, കാലം അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ യോഹന്നാൻ സ്നാപകൻ എന്തോ ഈ വിളിച്ച് പറഞ്ഞത്? എന്നാൽ ആത്മാവ് പ്രാപിച്ച ശേഷം ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില സത്യങ്ങളിലൊന്ന്, ലോകാവസാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മരണമാണ്. പഴയ നിയമകാലത്ത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ യുഗം അവസാനിക്കുന്നില്ല. അവന് പാതാളത്തിൽ ഒരു ജീവിതമുണ്ട്. എന്നാൽ അന്ത്യകാലത്താണ് കർത്താവ് വന്നത്. കാലം തികഞ്ഞു. കർത്താവ് പറഞ്ഞു, എല്ലാവരും മാനസാന്തരപ്പെട്ടുകൊള്ളാൻ. കാരണം മരിച്ച ശേഷം ഇനിയൊരു ജീവിതമില്ല മനുഷ്യന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എപ്പോൾ നിൻ്റെ മേൽ വരുന്നു എന്നറിയായികയാൽ നീ ഉണർന്നിരിക്കണം. ഒരു മനുഷ്യൻ്റെ മരണമെന്ന് പറയുന്നത് അവൻ്റെ അവസാനമാണ്. പിന്നെ അവനൊരു ലോകമില്ല, പിന്നെ ന്യായവിധി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ചെല്ലേണ്ടിടത്ത് ചെല്ലും. ഒന്നിൽ അധമ പാതാളത്തിൽ, അല്ലെങ്കിൽ സ്വർഗീയ പർദീസായിൽ. കാരണം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ രക്ഷാനിർണയം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അവൻ്റെ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് അവൻ മരിച്ചാലുടൻ അവൻ ക്രിസ്തുവിനോട് ചേരും. അതൊരു നിദ്രയാണ്. അവൻ പിന്നെ ഒന്നും അറിയുന്നില്ല. ന്യായവിധി ദിവസത്തിൽ അവൻ രൂപാന്തരപ്പെട്ട് വരും ന്യായവിധിക്കായിട്ട്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണമാണ് ലോകാവസാനം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്ന് ഞാൻ നിൻ്റെ മേൽ വരുന്നു എന്നറിയാകിയാൽ നീ ഉണർന്നിരിക്കണം. എന്നാൽ മതങ്ങൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. മതങ്ങൾ പഠിപ്പിക്കുന്നത്, നീ മരണം വരെയും പാപം ചെയ്ത് ജീവിച്ച ഒരു കുഴപ്പമില്ല, മരിച്ചു കഴിഞ്ഞാലും നിനക്ക് പ്രശ്നമില്ല, നീ ജീവിക്കും. നിന്നെ ജീവിച്ചിരിക്കുന്നവർ നിനക്ക് കുർബാനകളും കൂദാശകളും ഒക്കെ ചെയ്താൽ മതി. അവർക്ക് വേണ്ടി സൽപ്രവർത്തികൾ ചെയ്യുകയും അവർക്ക് വേണ്ടി വിവിധങ്ങളായ സ്നാനങ്ങളൊക്കെ ചെയ്താൽ മതി, അവരുടെ ആത്മാവ് രക്ഷപ്പെടും. ഇത് തന്നെയാണ് ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ മതത്തിൻ്റെ വിശ്വാസവും. ഹിന്ദുത്വം അതല്ല എങ്കിൽ കൂടി ഹൈന്ദവ മതത്തിലുള്ളവർ അതാ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആണ്ടോടാണ്ട് പാപനാശത്തൊക്കെ പോയി സ്നാനം നടത്തുന്നത്. അവരുടെ വിചാരം അലഞ്ഞ് മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും എന്നാണ്. ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിനാണ് രക്ഷാനിർണയം എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അവൻ ചെല്ലേണ്ടിടത്ത് ചെല്ലും. ഒന്നിൽ അധമ പാതാളത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ലയിക്കും.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കാരണം അവൻ ക്രിസ്തുവിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്വർഗരാജ്യം, കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യം സ്ഥാപിക്കാനാണെന്ന് വന്നത്. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അനേകരെ, ഈ നിൽക്കുന്നവരിൽ അനേകർ സ്വർഗരാജ്യം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. അതാണ് കൃപയും സത്യവും യേശുക്രിസ്തു മൂലം വന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും മതങ്ങൾ പഠിപ്പിക്കുന്നില്ല. കാരണം അവർക്കറിയില്ല, അവർ വിശ്വസിക്കുന്നില്ല. സ്വർഗരാജ്യം ഈ ഭൂമിയിലുണ്ട്. വിശുദ്ധ ജനം വസിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കാണ്. വിശ്വാസത്താലല്ലോ നിങ്ങൾ ഈ കൃപയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പാപപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീതിയുടെ പ്രമാണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ മർമ്മം അതാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ രക്ഷാനിർണയം പ്രാപിച്ചില്ല എങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ്റെ മരണമാണ് അവൻ്റെ അന്ത്യം. അതോടുകൂടി തീർന്നു. മരിച്ചു കഴിഞ്ഞ് ആൾക്കാരുടെ ശവസംസ്കാരങ്ങൾ, കൂതാശകൾ, സ്നാനങ്ങൾ, ഇതൊക്കെ വ്യർത്ഥമാണ്. നിങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കരുത്. മരിച്ചവർക്ക് വേണ്ടി ദാനധർമ്മം നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, കൃപാദാനമാണ്. അത് ദാനമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്, അത് സൗജന്യമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അത് നമ്മൾ സൗജന്യമായിട്ട് പ്രാപിക്കണം. യേശുക്രിസ്തു തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് സമ്പാദിച്ചതാണ് ഈ രക്ഷ. അതവൻ സൗജന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ജനമേ, ഈ സൗജന്യ രക്ഷ പ്രാപിപ്പാൻ നിങ്ങളെ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു മനഃശാന്തരമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രക്ഷ നിങ്ങൾക്ക് കിട്ടും. ഈ രക്ഷ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനഃസാന്തരത്തിൽ എവിടെയോ പാളിച്ചയുണ്ട്. പ്രവൃത്തി മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. പ്രവൃത്തി ദൈവത്തിൻ്റെ ദാനമാണ്. ആത്മാവിൻ്റെ ഫലമാണ് പ്രവൃത്തി. ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രവൃത്തി സാധ്യമാകും. അത് ഓട്ടോമാറ്റിക്കലായിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. രണ്ട് ഉള്ളവന് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക. ഇതാണ് പ്രവൃത്തി. ഒരു മനുഷ്യനും ഇത് സാധ്യമല്ല. എന്നാൽ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ രണ്ടുള്ളവന് ഒന്ന് ഇല്ലാത്തവന് പോകും. രണ്ടുള്ളവന് ഒന്നില്ലാത്തവന് കൊടുക്കുമ്പോൾ നാലുള്ളവൻ എത്ര കൊടുക്കണം? ലോകബുദ്ധിക്കനുസരിച്ച് മനുഷ്യൻ പറയും നാലുള്ളവൻ 2 കൊടുക്കണം. പിന്നെ എത്ര ഉണ്ട്? 2. രണ്ടുള്ളവൻ എത്ര കൊടുക്കണം? 1 കൊടുക്കണം. പിന്നെ എത്ര ഉണ്ട്? 1. അപ്പം 4 ഉള്ളവൻ്റെ കയ്യിൽ പിന്നെ 1 കാണുകയുള്ളൂ. 4 ഉള്ള ഒരു വ്യക്തി 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം എന്നുള്ള കണക്ക് പ്രകാരം 4 ഉള്ളവന് 3 കൊടുക്കണം. 1 പാടുള്ളൂ. 9 എണ്ണം ഉള്ളവൻ 8 എണ്ണവും കൊടുക്കണം. 20 എണ്ണം ഉള്ളവൻ 19 കൊടുക്കണം. 1 ബാക്കിയുള്ളൂ. ഈ 1 പറയുന്നത് നിൻ്റെ ഓഹരിയാണ്. ദൈവം ഭൂമിയിൽ നിനക്ക് തന്നിരിക്കുന്ന ഓഹരിയാണ്. 2 ഉടുപ്പുള്ളവന് 1 ഉടുപ്പില്ലാത്തവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ഉടുപ്പ് റണ്ണൗട്ടാവും. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നിനക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിൽ തരും, പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ തരില്ല. മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ ആവശ്യത്തിനനുസരിച്ച് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ എല്ലാവരും, അതായത് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 90% 10 പേരുടെ കയ്യിലായിരിക്കുന്നത്. ബാക്കി 10% സ്വത്തുക്കളാണ് 90% ആൾക്കാരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സമത്വമില്ലാത്തത്.
മറിച്ച് നിന്റെ ആവശ്യത്തിൽ കൂടുതലുള്ളത് നീ സമൂഹത്തിന് വിട്ടുകൊടുക്കണം. അത് നിന്നാൽ സാധ്യമല്ല. നീ എന്തെങ്കിലും നക്കാപ്പീച്ച് നിന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുമായിരിക്കും. നിന്നെ തേടി വരുന്ന ആൾക്കാർക്ക് നീ എന്തെങ്കിലും നക്കാപ്പീച്ച് കൊടുക്കും. പക്ഷെ നീ കൊടുക്കുന്ന നക്കാപ്പീച്ച് കൊണ്ട് ജീവിക്കാൻ കടപ്പെട്ടവനല്ല നിന്റെ സഹോദരൻ. നിന്നെപ്പോലെ തന്നെ എല്ലാ സമൃദ്ധിയോടും സമ്പൽ സമൃദ്ധിയോടും ജീവിക്കാൻ അവന് അവകാശമുണ്ട്. അതുകൊണ്ട് നിന്റെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ളത് മുഴുവനും നീ സമൂഹത്തിന് വിട്ടുകൊടുക്കണം. അത് സമൂഹത്തിൻ്റെയാണ്. പക്ഷെ അത് നിന്നെക്കൊണ്ട് സാധ്യമല്ല. ആത്മാവ് നിന്നിൽ വരുമ്പോൾ നിന്നിൽ കൂടുതലുള്ളത് മറ്റുള്ളവരിലേക്ക് പോകും. അതിനാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി ചെയ്ത് നീതീകരിക്കാൻ നിങ്ങൾ മെനക്കെടരുത്. ആദ്യം ആദ്യമായിട്ട് മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അല്ലാതെ പ്രവൃത്തി ചെയ്തിട്ട് വന്നിട്ട് അന്വേഷിക്കാനല്ല കർത്താവ് പറഞ്ഞു. നീ പോയി അത് ചെയ്തിയെ അത് അങ്ങനെ ഇങ്ങനെ ചെയ്തതല്ല. കർത്താവ് പറഞ്ഞ മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ സകലതും നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ കർത്താവിനെ, അതായത് സബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ സകലതും സാധിക്കും. മുന്നമേ, മറ്റൊന്നുമല്ല നീ ചിന്തിക്കേണ്ടത്. മുന്നമേ നിന്റെ രക്ഷ നീ കരസ്ഥമാക്കും. നീ മറ്റുള്ളവനെ അങ്ങ് വിട്. മറ്റുള്ളവൻ്റെ കണ്ണിലേക്ക് നീ നോക്കണ്ട. മറ്റുള്ളവൻ്റെ സമ്പത്തിലേക്ക് നീ നോക്കണ്ട. മറ്റുള്ളവൻ്റെ ദാരിദ്ര്യത്തിലേക്ക് നീ നോക്കണ്ട. മുന്നമേ നിന്റെ കാര്യം നീ അന്വേഷിക്കുക. മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. നീ ആദ്യം ചെയ്യേണ്ടത് അതാ. മുന്നമേ ആദ്യമായിട്ട് നീ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ സകലതും നിനക്ക് കിട്ടും. ദൈവത്തിൻ്റെ സകല കൽപ്പനകളും നിന്നിൽ നിറവേറും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിനക്ക് രക്ഷാനിർണയം പ്രാപിക്കാൻ പറ്റും, ആത്മാവിനെ പ്രാപിക്കാൻ പറ്റും, രക്ഷ കരസ്ഥമാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും നിന്നിൽ നിറവേറും. അങ്ങനെയാണ് നീ രക്ഷാനിർണയം പ്രാപിക്കുന്നത്. അങ്ങനെയാണ് നീ രക്ഷ പ്രാപിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പനകളൊന്നും വൃഥാവല്ല. അത് മുഴുവൻ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് കണ്ടാൽ അറിയത്തില്ല. ഒരു വ്യക്തി ഞാൻ മാനസാന്തരപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവനെ വിധിക്കാൻ നിനക്ക് അവകാശമില്ല. കാരണം നിനക്കവനെ കണ്ടാൽ അറിയത്തില്ല. നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി കാറ്റ് എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നറിയാത്തതുപോലെ നിനക്കറിയാൻ കഴിയില്ല. അത് ദൈവവുമായുള്ള ബന്ധമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവനിൽ വസിക്കുന്നത്. ദൈവമാണ് അവനിൽ പ്രവർത്തിക്കുന്നത്. അത് ഏത് വിധത്തിലാണെന്ന് നിനക്കറിയത്തില്ല. അതുകൊണ്ട് നീ ആരെയും വിധിക്കരുത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞു, നിന്റെ രക്ഷ നീ കരസ്ഥമാക്കുക, മറ്റുള്ളവരെ നീ നോക്കണ്ട. നിന്റെ രക്ഷ മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ സത്യം അറിയും, അല്ലെങ്കിൽ സത്യം അറിയത്തില്ല. എന്താണ് സത്യം? സത്യമാണ് ജീവിപ്പിക്കുന്ന യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറ്റി എന്ന് പറയുന്ന പോലെ യേശു ക്രിസ്തു, അതായത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരം, അതാണ് സത്യം. ആ സത്യം അറിവാണ്, അതൊരു മന്ത്രമാണ്. ആ അറിവ് നിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതും. എപ്പോഴ്? നീ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ. എന്താണ് വചനം? വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ ഒരു നല്ല മനസ്സാന്തരം, നിൻ്റെ സമർപ്പണം, ദൈവത്തിനായി ജീവിക്കാനുള്ള നിൻ്റെ ഒരുക്കം, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള നിൻ്റെ മനസ്സ്, ആ മനസ്സൊരുക്കം നീ കർത്താവിന് വിട്ടുകൊടുക്കണം. നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നീ സത്യം അറിയുകയുള്ളൂ. സത്യം ഒരു വ്യക്തിക്ക് കൊടുത്താൽ അവൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുമോ അതോ പാപം ചെയ്യുമോ എന്നുള്ള സന്ദേഹമാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ട് ഏതൊരുവൻ
സത്യമാനസാന്തരത്തിലേക്ക് വരുന്നു, അവന് ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുക്കും. കാരണം അവൻ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ട് ജീവിക്കും എന്ന് കർത്താവിന് ഉറപ്പുണ്ട്. എന്നാൽ ഏതൊരു വ്യക്തി എത്ര മാനസാന്തരപ്പെട്ടാലും അവന് സത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെയും പാപം ചെയ്ത് ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം സത്യം വെളിപ്പെടുത്തി തരികയില്ല. അതുകൊണ്ട് നീ വിചാരിച്ചോ, നിനക്ക് സത്യം ഇതുവരെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ മാനസാന്തരത്തിൽ എവിടെയോ പളിച്ചുണ്ട്. നിനക്ക് സത്യം വെളിപ്പെടുത്തി കിട്ടിയാൽ നീ പാപം ചെയ്ത് ജീവിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ സത്യം നിൻ്റെ ഉള്ളിൽ തരികയില്ല. അത് ഞാൻ നേരത്തെ പ്രസംഗിച്ചതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എൻ്റെ ചുമട് ലഘുവും എൻ്റെ മുഖം ഭാരം കുറഞ്ഞതുമാണെന്ന് കർത്താവ് പറഞ്ഞു. എത്രമാത്രം ലഘുവാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വളരെ ലഘുവായ, ഒരു പ്രയാസവുമില്ലാതെ വിശ്വസിക്കാൻ കഴിയുന്ന ഈ വിശ്വാസം എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് വെളിപ്പെടാത്തത്? ദൈവം ആത്മാവിൽ പല പ്രാവശ്യം എന്നോട് ദർശനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മനുഷ്യന് മാനസാന്തരപ്പെടാൻ മനസ്സില്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ അവന് മനസ്സില്ല. കാരണം വെളിച്ചം ഭൂമിയിലേക്ക് വന്നിട്ട് വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിക്കുകയാണ്. പാപം പച്ചവെള്ളം പോലെ ചവച്ചരച്ചാണ് മനുഷ്യൻ കുടിക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. പാപം ചെയ്യരുത് എന്നാണ് കൽപ്പന. നീ പാപം ചെയ്തിട്ട് അനുദപിക്കാൻ നടക്കണ്ട. പാപം ചെയ്തിട്ട് അനുദപിക്കാൻ ദൈവം പാപത്തിൻ്റെ ശുശ്രൂഷക്കാരനല്ല. അവൻ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കുന്നവർക്ക് സദാ സൽഗുണപൂർത്തി വരുത്തി കഴിഞ്ഞു. കാരണം നീ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നീ എത്ര പാപിയാണെങ്കിലും അവൻ നിന്നെ പാപപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി കൃപയിലേക്ക് പ്രവേശിപ്പിക്കും. അവിടെ പാപം കണക്കണമെന്നില്ല. കാരണം പ്രമാണമില്ലാത്തടത്ത് ലംഘനമില്ല. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാണ്. ന്യായപ്രമാണമില്ലാത്തപ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അതുകൊണ്ടാണ് നീ വിശുദ്ധൻ എന്ന് നിനക്ക് പേർ ലഭിക്കുന്നത്. ഇതൊക്കെ ക്രിസ്തീയ മർമ്മങ്ങളെയും മർമ്മങ്ങളെ ഗ്രഹിക്കാൻ നിനക്ക് കഴിയണം. ഇതിന് നീ വേദപുസ്തകം, ലേഖനങ്ങൾ ഒക്കെ നിൻ്റെ വായിലും സമീപേ ഇരിക്കുന്നു. നീ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഞാനിപ്പോൾ വിചാരിക്കുന്നു, ആദ്യകാലങ്ങളിൽ ഇതെനിക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, 10 വർഷം മുമ്പ് ഈ സത്യദർശനം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു പ്രയാസമില്ല, ഇതെല്ലാം മനുഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും രക്ഷപ്പെടും. ഞാനങ്ങോട്ട് പ്രസംഗിക്കാനും തുടങ്ങി. ഒരു 10,000 പുസ്തകം അടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു. എല്ലാവരും ഇപ്പോൾ രക്ഷപ്പെടും. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഒറ്റ മനുഷ്യന് ആ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയതല്ലാതെ അതിനൊരു അഭിപ്രായം പറഞ്ഞില്ല. അവനറിയത്തില്ല ആ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, രക്ഷയുടെ കാര്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരുത്തനും, ഒറ്റയൊരു വ്യക്തി പോലും പറഞ്ഞില്ല അത് കൊള്ളാവുന്നു. നമ്മുടെ റാന്നി കോളേജിലെ ടോണി മാത്യു സാറിന് ഞാൻ ഈ പുസ്തകം കൊടുത്തു. അവരുടെ പിള്ളേരുടെ വീട്ടിൽ പോയി പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, സാർ ഇത് വായിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. പറയാമെന്നെല്ലാം പറഞ്ഞു. ഒരാഴ്ചയായിട്ട് അഭിപ്രായമില്ല, 2 ആഴ്ചയായിട്ട് അഭിപ്രായമില്ല. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു, സാറേ ഞാനൊരു പുസ്തകം തന്നായിരുന്നല്ലോ, എന്തായി? അപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, ഇത് ശരിയാണ് എന്ന് പറയാനുള്ള അറിവ് എനിക്കില്ല, ഇത് തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനും പറ്റുന്നില്ല. എങ്ങനെയുണ്ടോ? ഇത് ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷേ ഇത് തെറ്റാണെന്ന് പറയാനും എനിക്ക് കഴിയുന്നില്ല. ഇത് നിനക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നിനക്കൊരു നല്ല മാനസാന്തരം ഉണ്ടാവണം. അതാണ് കാരണം. ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്, എടാ ഇത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ മാനസാന്തരം വേണം, അല്ലാതെ വെളിപ്പെടുകയില്ല. സാറിന് ഇത് വെളിപ്പെട്ടില്ലെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇന്ന് വരെ ഒരൊറ്റ വ്യക്തിക്ക് ഇത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവാനാണ്. കാരണം എൻ്റെ 2 മക്കളും ആത്മാവിനെ പ്രാപിച്ചു. അവർക്കിത് മനസ്സിലായി. കാരണം നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ ഭാര്യ മാനസാന്തരപ്പെടും, നിന്റെ ഭാര്യ മാനസാന്തരപ്പെട്ടാൽ നിന്റെ മക്കൾ മാനസാന്തരപ്പെടും. അത് വചനമാണ്. പക്ഷെ അത് മാത്രം പോരല്ലോ. ഒരാത്മാവിനെ കൂടെയെങ്കിലും ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഒരാത്മാവിനെയെങ്കിലും എനിക്ക് വേണം. അതിനാണ് ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഉത്സാഹിക്കുക,
ദൈവം അനുഗ്രഹിക്കട്ടെ.